ഈ റോപ്പിന്റെ അറ്റം ഒന്ന് പിടിക്കാവോ? പിടിച്ചോളൂ, കുഴപ്പമില്ല. ഒന്ന് മുറുക്ക് പിടിക്കാവോ? സി, നമ്മൾ ഈ ട്രിക്കിന്റെ അകത്ത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പീസ് റോപ്പാണ്. നമ്മൾ ഈ ഇരിക്കുന്ന റോപ്പിന്റെ മറ്റേ അറ്റം നമ്മൾ ഒരു നൂൽബന്ധം വേടാ. ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കാവോ? സോ ഗെയിം പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഞാൻ 1 2 3 എന്ന് പറയുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് വിളിക്കും. ബ്രോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒന്ന് ബാക്കിലോട്ട് നിൽക്കാം. സോ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് 1 2 3 പോകുമ്പോൾ പുള്ളിക്കാരി ബാക്കിൽ വരുമ്പോൾ ബോസ് ബോസ് ഹലോ പിടിക്കണം കേട്ടോ. സോ ഇൻ കേസ് ബാക്കിലോട്ട് വീഴാണെങ്കിൽ ഒന്ന് പിടിക്കുക. ഐ വിൽ മാനേജ് ഇറ്റ്. സോ ഗെയിം വലിക്കുന്നുണ്ട് ഇപ്പോഴേ. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ 1 2 and 3 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ശക്തിയായിട്ട് വലിക്കും. ഓക്കെ, റെഡി? 1 2 and 3 എന്ന് പറയുമ്പോൾ വലിക്കണം. ഞാൻ മോക്ക് ചെയ്യാണ്. ഓക്കെ, റെഡി? 1 2 and 3. ഒരു മയത്തിനൊക്കെ കൊല്ലരുതാരെയും. റെഡി? 1 2 and 3. Come on, pull it up. അതെന്ത് പരിപാടിയാണ്? വലിച്ചു കൊണ്ടുപോയ പുള്ളിക്കാരി. നമസ്കാരമുണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് നിൽക്കാം. അല്ല, നിങ്ങൾ എന്റെ കൂടെ വരാനല്ലേ ഞാൻ പറഞ്ഞു? കുറച്ച് അവിടെ നിൽക്കാം. ഓ, അത് വിട്ടില്ലല്ലോ ഇത് വരാൻ. എന്ത് ചെയ്യാനാണ് ഈശ്വരൻ. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ചെക്കൻ ആറ്റിങ്ങിൽ അതോട്ട് ഇതുവരെ വന്നിട്ട് കുറച്ച് നേരമായിട്ട് റോപ്പും വലിച്ചോണ്ടിരിക്കുക. ഇത് ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മാജിക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന രണ്ടറ്റം കാണാൻ പറ്റും. ആൻഡ് എല്ലാ മാജിക്കിനെ പോലെ നമുക്ക് ഇവിടെ രണ്ടറ്റം ഈ ഇരിക്കുന്ന ലൂപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പീസ് റോപ്പ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻ കേസ് ഇതിപ്പം ചില ആൾക്കാർക്ക് ദൂരോട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ശ്വേത, ഈ ലൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്, മിഡില് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ആക്ച്വലി മിഡിൽ, ഇതാണ് സെന്റർ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പീസ് റോപ്പ് ആവുന്നത്. അപ്പോൾ അടച്ചു വെക്കാം, നമുക്ക് ബാക്കി കാണാം. ഓക്കെ, സോ അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന റോപ്പിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് രണ്ട് അറ്റം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കാണുമ്പോൾ കൈയടിക്കാൻ മറന്നു. നിങ്ങൾക്ക് കൈയടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. ഈ ഷോക്കിന്റെ കൂടെ കൈയടിക്കാൻ പറ്റുമോ? ഇതിന്റെ അകത്തില്ലേ ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒന്നും ഞാൻ പറയാതല്ലേ ചെയ്യുന്നത്, ഞാൻ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലല്ലേ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം. അതും നോർമലി മാജിക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ദൂരോട്ട് നിർത്തി ഞാൻ അടുത്തടുത്ത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഈ ഇരിക്കുന്ന അറ്റം നേരെ ഇപ്പുറത്തോട്ട് വരും. റെഡി? 1 2. നിങ്ങൾ നോക്കാത്ത സമയത്ത് ആക്ച്വലി ഇപ്പുറത്തോട്ട് വരുന്നത്. ഇൻ കേസ് ഇതിപ്പോൾ പോകുന്നെങ്കിൽ ഈ സാധനം പതുക്കെ ഇങ്ങനെ കറങ്ങി നേരെ ഇപ്പുറത്തോട്ട് വരും. നോർമലി ഇലൂഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കൈയടിക്കാൻ മറന്നുപോകും. അല്ല, ഞാനൊരു കാര്യം ചെയ്യും. ഇത് എന്താ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ രണ്ടറ്റം ഉണ്ട്. ആൻഡ് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് എടുക്കാനും പറ്റില്ല. എനിക്ക് മനസ്സിലായി. കാര്യം ഇത് ഒറ്റ പീസ് റോപ്പാണല്ലോ, അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താകെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് വാതർക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് ആക്ച്വലി ഇത് സെൻട്രലായാലും ഇത് ട്രിക്ക് വർക്ക് ആവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വലിച്ച് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ വലിക്കാനുണ്ടല്ലോ. അപ്പൊ നമുക്കിത് ഓൾമോസ്റ്റ് സെന്റർ ആവുമല്ലോ. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എ ആണ്. ഓക്കെ, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. ഓക്കെ, ഞാൻ ഈ എ എടുത്ത് ഇങ്ങനെ തലയിരിച്ചിടും, ബി എടുത്ത് തിരിച്ച് തലയിരിച്ചിടും. എൻ്റെ ഇരിക്കുന്ന മൊത്തം സാധനത്ത് ഇപ്പുറത്തോട്ട് പിടിക്കും. മനസ്സിലായോ? ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാം, അതായിരിക്കും എളുപ്പം. അല്ല, എനിക്ക് മനസ്സിലാവും, സ്വാഭാവികം. ഞാനൊരു കാര്യം ചെയ്യാം. ഒന്ന് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറന്നുപോയി. ഒരാൾക്കെങ്കിലും മനസ്സിലായില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് വാ തുറക്കാം പ്ലീസ്. ചിലവ് പോലെ ഞാൻ ഉപയോഗിക്കുന്ന അറിയാം, പക്ഷേ സോറി. സോ നമുക്കിവിടെ രണ്ടറ്റം. നമുക്കിതിപ്പം അറിയാം ഓൾമോസ്റ്റ് ഇത് സെൻട്രലിലോട്ട്. ഇതിപ്പം അത് മാറ്ററല്ല, അത് വലിയ കാര്യമല്ല. നമ്മളിരിക്കുന്ന റോപ്പ് പതുക്കെ ടൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഇതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യുന്നു. ഫൈൻ. അപ്പം നമുക്ക് സെൻട്രലിൽ ഇരിക്കുന്ന കാണാമല്ലോ. ഈ റോപ്പിൻ്റെ അറ്റം ഒന്ന് പിടിക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, പിടിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് ഇപ്പുറത്തോട്ട് വരാമോ? ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ 1 2 and 3 എന്ന് പറയുന്ന സമയം നല്ല ശക്തിയായിട്ട് തന്നെ അവന്റെ ഇടയ്ക്ക് ഞാൻ 1 2 and 3 എന്ന് പറയുമ്പോൾ വളരെ ശക്തിയായിട്ട് ഇതിൻ്റെ ഊതണം. അപ്പം ഈ സാധനം വാനിഷ് ആയി പോകും. ഓക്കെ ഓക്കെ, റെഡി? 1 2 and 3 എന്ന് പറയുമ്പോൾ ഊതണം. റെഡി? 1 2 and 3 എന്ന് പറയുമ്പോൾ ഒന്ന് ഡീപ്പായിട്ട് ശ്വാസം എടുക്ക്. നിങ്ങൾ എടുക്കണ്ട കേട്ടോ, ഇവിടെ മാത്രം എടുത്താൽ മതി. റെഡി? 1 2 and 3. കമോൺ. കുറച്ചും കൂടെ. റെഡി? നല്ല ആഞ്ഞ് ഒറ്റൊരെണ്ണം എടുക്ക്. വീഴോ? ശ്വാസം വിട്ടില്ലെങ്കിൽ പടം കേട്ടോ. ഓക്കെ, ഓൺ മൈ കൗണ്ട് 3 ഉദിക്കോ. തുപ്പല്ലേ? ഓക്കെ, 1 ലാസ്റ്റ് റൗണ്ട്. റെഡി? 1. ശരിക്കും ഇത് തെറിച്ച് പോകത്തിന്റെ കാരണം എന്നറിയാമോ? നമ്മള് അല്ല, നമുക്കിത് ഇങ്ങോട്ട് വെച്ച് ഊതാം, ഇങ്ങോട്ടും വെച്ച് ഊതാം. ഇത് ഏതോ ഒരു സ്ലിപ്പിൽ മാത്രമേ ഇതിപ്പോ എനിക്കിപ്പോ വേണമെങ്കിൽ ഒന്നും നമുക്ക് സമയമില്ല. അപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സാധനം കണ്ടോ? ചെക്ക് ചെയ്ത് നോക്ക്. സോ
സോ ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇരിക്കുന്ന റോപ്പ് ഇപ്പുറത്തോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇരിക്കുന്ന ഓറഞ്ച് സൈഡ് കാണാമല്ലോ, ഓറഞ്ച് കാണാമല്ലോ. വാച്ച്